വസീഫ്, താങ്കളുടെ ഈ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് താങ്കളിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഞാൻ വരികയാണെങ്കിൽ, അങ്ങനെ ഏഷ്യാനെറ്റ് മൊയലാളി അതും വാങ്ങി എന്നാണ് പോസ്റ്റ്. ആ പോസ്റ്റ് ഇതിനോടകം ചർച്ചയായി മാറിയിരിക്കുന്നു. വസീഫ്, തീർച്ചയായിട്ടും കേരളത്തിലെ BJP ഒരു തമാശയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അവര് പലരെയും പരീക്ഷിച്ചു നോക്കി, പക്ഷേ BJP രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ സംഘടനാ കാര്യങ്ങളിലൊന്നും ഒരു നിശ്ചയമില്ലാത്ത ഒരാൾ വന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു എന്നുള്ളതാണ്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റ് വാങ്ങിയതുപോലെ BJP വാങ്ങി എന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതില് BJP പ്രവർത്തകർക്കെല്ലാം വലിയ അമർഷമുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ പ്രചരണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ BJP ഇപ്പോ ഏത് നേതൃത്വം വന്നാലും BJPയുടേതായ രീതിയിൽ RSS ആണല്ലോ BJP നിയന്ത്രിക്കുന്നത്. RSSന്റെ രാഷ്ട്രീയം ഒളിച്ചു കടത്തും, അത് അവരവരുടെ വർഗീയത നടപ്പിലാക്കും. എന്നാൽ അതിനോടൊപ്പം ഏഷ്യാനെറ്റിന്റെ ഒരു മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുകയാണ്, ആവാനുള്ള എല്ലാ തയ്യാറെടുപ്പായിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ വലിയ മാറ്റമൊന്നും BJPയിൽ വരാൻ പോകുന്നില്ല. BJPയുടെ സാധാരണ പ്രവർത്തകർ, BJPയിലൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. എന്നാൽ കൂടുതൽ തീവ്രമായി ഒരു കൊടും വർഗീയതയിലേക്ക് BJPയെ കൊണ്ടുപോകാൻ തന്നെയായിരിക്കും BJP വർഗീയതയിലേക്കും കൊണ്ടുപോകുക. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും ഈ പറയുന്ന മാധ്യമ മേഖലകളിലുമൊക്കെ ഇടപെടൽ നടത്താം എന്നുള്ള വല്ല നിശ്ചയത്തിന്റെയും ഭാഗമായിട്ടായിരിക്കാം ഇവരിടപെടുന്നത്, ഇങ്ങനെ ഒരു ഭാരവാഹിത്വത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കരുതുന്നത്. വസീഫ്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യത്തിലേക്ക്, അതായത് പാർലമെന്റേറിയൻ എന്ന നിലയിൽ പരിചയമുള്ള, എന്നാൽ BJPയുടെ സംഘടനാ തലത്തിലൊന്നും പരിചയക്കുറവുള്ള ഒരാളെന്ന് ആണ് രാജീവ് ചന്ദ്രശേഖറിനെ നമ്മൾ വിലയിരുത്തുന്നതും. അപ്പോൾ ഇനിയിപ്പോൾ 2 തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്നു. അതിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് BJP അവകാശപ്പെടുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് അത് എത്തരത്തിലായിരിക്കും സംഘടനാ തലത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുക? അതൊക്കെ നമുക്ക് കാണേണ്ട കാര്യങ്ങളാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവര് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ചതാണ് BJPയെ. അതിനിപ്പോ ആര് വന്നാലും, ഏത് മുതലാളി വന്ന് BJPയുടെ നേതൃസ്ഥാനത്തിരുന്നാലും BJP ഇവിടെ മെച്ചപ്പെട്ടു വരും എന്നുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ട് BJPയുടെ കാര്യം തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ BJP മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ കരുതുന്നത് തെറ്റായ ധാരണയാണ്. അതിപ്പോ രാജീവ് ചന്ദ്രശേഖരല്ല, ഏത് മുതലാളി വന്നാലും അത് രക്ഷപ്പെടാൻ പോകുന്നില്ല. മാത്രമല്ല, ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത് തന്നെ ഏകകണ്ഠേന എടുത്ത തീരുമാനമാണെന്നും ഒരുമിച്ച് ആ തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നുവെന്നുമൊക്കെ ഇപ്പോൾ BJP നേതാക്കൾ തന്നെ പ്രതികരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഒറ്റക്കെട്ടായി ഇറങ്ങുന്നു എന്നൊരു ഫീല് അപ്പുറത്ത് അവർ ഉണ്ടാക്കുന്നുണ്ട്. വസീഫ്, BJPയിൽ കടുത്ത വിഭാഗീയതയുണ്ട് എന്നറിയാത്തവരല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. BJPക്ക് കേരളത്തിൽ നിന്ന് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച ഒരാളെ പ്രസിഡന്റ് ആക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ വിഭാഗീയത തന്നെയാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോ പിന്നെ മറ്റൊരാളെ പരീക്ഷിക്കാം. ആരായാലും ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വലിയ റോളൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്നവർക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ കൂടുതൽ വർഗീയതയൊക്കെ പറയാൻ പറ്റുന്ന, അവരുടെ മാധ്യമ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരാളെ അവർ പ്രസിഡന്റാക്കി വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ശരി. വസീഫാണ് പ്രതികരിച്ചത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വിശദീകരിച്ചത്. നമുക്ക്